ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്താനായി പിണറായി RC അമല സ്കൂളിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കുടുംബസമേതമാണ് മുഖ്യമന്ത്രി ഇത്തവണയും വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത്. LDFന്റെ നേതാക്കൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. മനോജ്, കേൾക്കാമെങ്കിൽ മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയാണ്. അർജുൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യുന്നതിനായി ഇപ്പോൾ വരികയാണ്. വീട്ടിൽ നിന്നും നടന്നാണ്, കാൽനടയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നത്. CPMന്റെ നേതാക്കൾ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒപ്പമുണ്ട്. RC അമല ബേസിക് UP സ്കൂളിലെ 194 നമ്പർ ബൂത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തുക. CPMന്റെ നേതാക്കൾ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഭാര്യ കമല ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട്. പതിവായി നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി ഇതേ രീതിയിൽ വീട്ടിൽ നിന്നും നടന്നാണ് RC അമല ബേസിക് UP സ്കൂളിൽ എത്തിയിരുന്നത്. അതേ രീതിയിൽ തന്നെ ഇത്തവണയും കാൽനടയായി തന്നെ മുഖ്യമന്ത്രി വരികയാണ്. വാഹനങ്ങളൊക്കെ ഒഴിവാക്കി, അകമ്പടി വാഹനങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വരുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഒപ്പമുണ്ട്. CN ചന്ദ്രനുണ്ട്. CPIയുടെ നേതാവ്, CPMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉണ്ട്. അങ്ങനെ M സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള CPMന്റെ നേതാക്കളുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. LDFന്റെ ഒരു തുടർ ഭരണം ഉറപ്പായും ഉണ്ടാകും എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നതാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അങ്ങനെ നടന്നുകൊണ്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്തായ 194 നമ്പർ ബൂത്തിൽ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തും. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കം അവതരിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതേ രീതിയിൽ തന്നെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തുകയാണ്. വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച വിജയം നേടും എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. മീറ്റ് പ്രസിൽ ഉൾപ്പെടെ ആ കാര്യങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ വികസന കാര്യങ്ങൾ തന്നെയാണ്, വികസന നേട്ടങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ 10 വർഷം എന്തൊക്കെ കാര്യങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടത്. ആത്മവിശ്വാസം, അതായത് ഇടതുമുന്നണിക്ക് ഒരു തുടർച്ചയുണ്ടാകും, മൂന്നാം വട്ടവും LDF സർക്കാർ എന്നതിൽ ഒരു സംശയവുമില്ലാത്ത രീതിയിലുള്ള ആത്മവിശ്വാസം, അതാണ് LDF സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. നമുക്ക് ആ കാര്യങ്ങൾ അറിയാം. അതായത് കഴിഞ്ഞ 10 വർഷം സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയാണ് ഇടതുമുന്നണി. പക്ഷേ ആ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ആർക്കും പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി, അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കി. വികസനവും ക്ഷേമവും ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു സർക്കാർ, ആ രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിനെ ആളുകൾ കാണുന്നത്. അതേ രീതിയിൽ ആ ആത്മവിശ്വാസം തന്നെയാണ് ഇടതുമുന്നണിയെ മുന്നോട്ട് നയിക്കുന്നതും. എന്തായാലും മുഖ്യമന്ത്രി ഈ വോട്ട് ചെയ്തതിന് ശേഷം നടത്തുന്ന പ്രതികരണം, അതിനായി എല്ലാവരും കാതോർത്ത് നിൽക്കുകയാണ്. വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു 10 വർഷത്തെ തുടർച്ചയായ ഭരണത്തിന് ശേഷം ഉണ്ടാകുന്ന തരത്തിൽ ആളുകളൊക്കെ തന്നെ ബസ്സിൽ നിന്നൊക്കെ ആളുകൾ പിണറായി വിജയനെ കൈവീശി കാണിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഒരു മുഖം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. വികസനം തന്നെയാണ് LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറിപ്പിച്ചിട്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം 6000-ഓളം കോടി രൂപ ചെലവഴിച്ച് യാഥാർത്ഥ്യമാക്കിയ ഒരു സംവിധാനമാണ് ദേശീയപാത വികസനം. അതൊരു സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ഇച്ഛാശക്തി എന്നുള്ള രീതിയിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, വിഴിഞ്ഞം തുറമുഖം, അങ്ങനെ വൻകിട പദ്ധതികളൊക്കെ തന്നെ സംസ്ഥാനത്തിന് യാഥാർത്ഥ്യമാക്കിയ ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ സർക്കാരിനെ എല്ലാവരും കാണുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ RC അമല UP സ്കൂളിൽ വോട്ട് ചെയ്യാനായി സ്കൂളിന്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസം, ഇടതുമുന്നണിക്ക്
മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാകും എന്ന് ആത്മവിശ്വാസത്തോട് പറയുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു CPM-ന്റെ നേതാവിനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടു. അതേ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അദ്ദേഹം നടന്നുകൊണ്ട് ഇപ്പോൾ RC അമല ബേസിക് UP സ്കൂളിന്റെ 194 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനായി എത്തുകയാണ്. ഈ വോട്ട് ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രതികരണമുണ്ടാകും. ആ പ്രതികരണത്തിനായി കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ ഭാര്യ കമല, മകൾ വീണ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ CPM-ന്റെ നേതാക്കൾ ഉൾപ്പെടെ ആണ് ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ RC അമല ബേസിക് UP സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ തള്ളല്ലേ, എല്ലാരും കൂടി കവർ ചെയ്യും, റിംഗ് റൗണ്ടുകാർ കവർ ചെയ്യും. ഇങ്ങനെ ചെയ്യില്ല. മതി അവിടെ കൈവച്ചോ, മതി മതി മതി. പരസ്പരം തള്ളല്ല. റെഡി, സൈലൻസ്. സൈലൻസ്. CM സംസാരിക്കുന്നു. CM തുടങ്ങാം. CM പറയാം. ശരി. ഇത് അറിയാലോ. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. കാരണം നമ്മൾ ഒരു വികസിത കേരളത്തിലേക്ക് നല്ല ചുവട് വെച്ച് നിൽക്കുകയാണ്. ഒരുപാട് നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരണം. ആ പുരോഗതിക്ക്, വികസനത്തിന് ഇടവേള ഉണ്ടാകരുത് എന്നാണ് ജനങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ എന്ന് ഞാൻ പറയുന്നത്, ഇത് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. പക്ഷേ LDF-നോടൊപ്പം തന്നെ
LDFിനെ എതിർക്കുന്ന മുന്നണികളിലുള്ളവരടക്കം നാടിന് വികസനം വേണം, നാടിന് പുരോഗതി വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. ആ ജനത്തിന് കൃത്യമായ അനുഭവമുണ്ട്. ആ അനുഭവം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് LDFിന് മാത്രമേ പ്രതിബദ്ധതയോടെ നാടിൻ്റെ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഒരു തരത്തിലുള്ള അവ്യാകൃതങ്ങളും LDF ആകുമ്പോൾ ഉണ്ടാകില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ അഴിമതി നിലനിൽക്കുന്ന സംസ്ഥാനമെന്ന പദവി ലഭിച്ചിട്ടുള്ളത്. ഇതിന് കാരണം ഒരു സംശയവുമില്ലാതെ ജനങ്ങൾ കാണുന്നു, LDFിൻ്റെ സംസ്കാരം കൊണ്ടാണ് അത് നേടിയത് എന്ന്. ഇത് മറ്റേതെങ്കിലും കൂട്ടർക്ക് കഴിയില്ല എന്നും അവർ കാണുകയാണ്. അതോടൊപ്പം ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് തടസ്സമായി വരത്തക്ക രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി ജനങ്ങൾ കാണുന്നത് ഭരണരംഗത്തിരിക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കൂട്ടർ തന്നെ പദ്ധതികൾ നടപ്പാക്കാൻ തയ്യാറാകാതിരുന്ന ഒരു കാലമാണ്. ആ കാലം 10 വർഷം മുൻപ് അവരുടെയെല്ലാം ഓർമ്മയിലുള്ളതാണ്. എന്നാൽ എത്രമാത്രം പ്രതിബദ്ധതയോടെ അത്തരം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ LDF സർക്കാർ തയ്യാറായി എന്നത് അവരുടെ അനുഭവത്തിലുള്ളതുമാണ്. ഇത് താരതമ്യപ്പെടുത്തും ഈ കാലം, ഈ 10 വർഷം നാടിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുരോഗതി, അതിനടിസ്ഥാനം LDF ഗവൺമെൻറ് രൂപീകൃതമായതാണ് എന്നും അവർ കാണുന്നു. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുള്ളവരടക്കം സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് LDF ആകണമെന്ന് ഇതെല്ലാം കൊണ്ട് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ആകെ തകർന്നു പോകുമെന്ന ഘട്ടം വന്നിട്ടുണ്ട്. നമ്മളെ മുന്നോട്ട് നീക്കാൻ തടസ്സമുണ്ടാക്കും വിധത്തിലുള്ള വിവിധ ഇടപെടലുകളുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഘട്ടങ്ങളിലെല്ലാം വളരെ കൃത്യതയോടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ LDFിന് കഴിഞ്ഞുവെന്നും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെന്നും ജനങ്ങളാകെ കാണുകയാണ്. ഇതാണ് LDFിൻ്റെ കരുത്ത്. ഈ കരുത്തിനെ പൊളിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് ഫലം കിട്ടില്ല. ഇതെല്ലാം ജനങ്ങളുടെ അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന കാര്യമാണ്. ഞങ്ങളെപ്പോഴും ജനങ്ങളെയാണ് വിശ്വസിച്ചിട്ടുള്ളത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് യാത്ര ചെയ്തത്. ആ യാത്രയാണ് ഈ തെരഞ്ഞെടുപ്പിലും തുടരുന്നത്. കഴിഞ്ഞ 10 വർഷമെടുത്താൽ 2016 ജനങ്ങൾ നൽകിയതിനേക്കാളും കൂടുതൽ സീറ്റാണ് 2021 LDFിന് നൽകിയത്. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം തന്നെയായിരുന്നു. ഒരു സംശയവുമില്ല,
2021 ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റാണ് എഫിന് നൽകാൻ പോകുന്നത്. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. നമുക്ക് ഒരു വികസിത കേരളം, അതാണ് ഞങ്ങൾ LDF പറഞ്ഞ നവകേരളം. അത് ഒരു സ്വപ്നമല്ല, സാധ്യമാക്കാവുന്ന ഒരു പദ്ധതിയാണ്. അതിലേക്ക് നമുക്ക് നീങ്ങാം. 2031 കേരളം എങ്ങനെയാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതുമാണ്. ഈ അവസാന ഘട്ടത്തിൽ പൈസ കൊടുത്ത് വോട്ട് മറിക്കൽ, അതുപോലെ വർഗീയമായ പ്രചരണം, ജമാഅത്ത് ഇസ്ലാമി അതുപോലെ വെൽഫെയർ പാർട്ടിയുടേത് LDF പരാതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കാനുള്ള, ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു ധ്രുവീകരണ നീക്കം കാണുന്നുണ്ടോ? ഇതൊക്കെ പൈസയുടെ കാര്യം വേറെ, വർഗീയ നീക്കം വേറെ. അതിൽ വർഗീയ നീക്കത്തിന്റെ കാര്യം എടുത്താൽ അത്തരം നീക്കങ്ങൾ കൊണ്ടൊന്നും ആളുകളെ സ്വാധീനിക്കാൻ കഴിയില്ല. ഞാൻ ഈ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ പ്രചരണവുമായിട്ട് 2 ജില്ലയൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും പോയതാണ്. ആ ജില്ലകളിലെല്ലാം കാണാൻ കഴിഞ്ഞത് എല്ലാ വിഭാഗവും, ഞാൻ പ്രത്യേകം വിഭാഗത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ വിഭാഗവും നല്ല ഉണർവോടെ, ഉന്മേഷത്തോടെ LDFനോടൊപ്പം അണിനിരക്കുന്നതാണ്. പ്രത്യേകിച്ച് ആരെയാണോ ഇത്തരം ആളുകൾ ലക്ഷ്യമിടുന്നത്, അത്തരം ആളുകളുടെ കണ്ണിലെ തിളക്കം, മുഖത്തെ പ്രസന്നത, ഇതെല്ലാം നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. അത് LDFനോടുള്ള അദമ്യമായ അനുകൂല വികാരമാണ് കാണിക്കുന്നത്. അതിനെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ പ്രചരണം കൊണ്ട് പൊളിക്കാൻ കഴിയുന്നതല്ല. പൈസ അത് കേരളത്തിന് പുറത്ത് സാധാരണ പലരും പ്രയോഗിക്കുന്ന കാര്യമാണ്. പക്ഷേ കേരള വോട്ടർമാർ എല്ലാ കാലത്തും പ്രബുദ്ധരാണ്. അത്തരത്തിലുള്ള പൈസ കൊടുത്ത് വോട്ട് സ്വാധീനിക്കുക എന്നത് അവർ നല്ലോണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്നു പോകാൻ കേരളത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രിയെ ഡാഷ് പോലെ എന്ന് വിളിച്ചു വെക്കാൻ അവസാന ദിവസങ്ങളിൽ പ്രതിപക്ഷം വലിയ പരിഹാസത്തോടെ കാണുന്നു. അതായത് ആ ഡാഷ് അവരവർ പൂരിപ്പിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി ഈ അഴിമതി കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിട്ടുള്ള ആളാരാണുള്ളത് നിങ്ങൾക്കറിയില്ലേ? അത് ഇദ്ദേഹമാണ്. ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല കേട്ടോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയാം. ഇപ്പൊ കൂടുതൽ പറയുന്നില്ല. ശരി. UDF 100 സീറ്റ് വീണ്ടും ആവർത്തിക്കുകയാണ് VD സതീശൻ. നമ്മുടെ ഒരു കണക്ക് അങ്ങനെ ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കണക്കൂട്ടിയാൽ മതിയല്ലോ. ശരി, അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പറയാന്നാണ് പറഞ്ഞത്. അത് വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പറയാം. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അന്നേരം പറയാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതപ്പോ പറയാം. CM വളരെ കൃത്യമായി 2 കാര്യങ്ങൾ പറഞ്ഞു. പൈസ കൊടുത്ത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി, അതായത് കഴിഞ്ഞ തവണത്തേതിലും മികച്ച വിജയം LDFന് ഉണ്ടാകാൻ പോകുന്നു എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടത്. കഴിഞ്ഞ തവണ 2021 ഭരണത്തിനുള്ള അംഗീകാരം എന്ന രീതിയിൽ 99 സീറ്റാണ് നൽകിയതെങ്കിൽ ഇത്തവണ അതിലും കൂടുതൽ എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട്, ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമുണ്ട്. ഇതാണ് മുഖ്യമന്ത്രിയുടെ ഇന്ന് ഈ പ്രതികരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതൽ. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തന രംഗത്തൊക്കെ തന്നെ വലിയ രീതിയിൽ, അതായത് കഴിഞ്ഞ ദിവസം മീറ്റ് ദി പ്രസിൽ മുഖ്യമന്ത്രി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ ഡാഷ് മോനെ എന്ന് വിളിച്ചത്, അത് എന്ത് വാക്ക് അവിടെ പൂരിപ്പിക്കണമെന്ന് അവരവർ തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ അഴിമതി കേസിൽ ഒരു ജയിലിൽ പോകേണ്ടി വന്ന ആള് ആരാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ വലിയ ആത്മവിശ്വാസം ജനങ്ങൾ, വികസനത്തിനൊപ്പമാണ് ഈ നാട്, അതിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. വികസനത്തിന് ഒപ്പം ആത്മവിശ്വാസം തന്നെയാണ് മുഖ്യമന്ത്രി പങ്കുവയ്ക്കുന്നത്. അതാണ് പറയുകയും ചെയ്തത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. എന്തായാലും വികസനത്തിന് ഒപ്പമാണ് കേരളം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ആ വികസനത്തിന് ഒപ്പം ജനങ്ങൾ നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിജയം LDFന് ഉറപ്പായും ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് തന്നെ പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം തിരിച്ച് നടന്നു തന്നെ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രതികരണം
പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുന്നു. കഴിഞ്ഞ തവണ ലഭിച്ചതിലും മികച്ച വിജയം ഉണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടി, അതായത് വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും കാതലായ രീതിയിൽ അദ്ദേഹം പറയുന്നത്. എടുത്തു പറയുന്ന വിഷയങ്ങൾ, അതായത് കേരളത്തിന്റെ വികസനം അത് ഈ നാട് കാണുന്നുണ്ട്. ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ, ഈ സർക്കാരിനൊപ്പമാണ് ജനങ്ങൾ. ഈ രണ്ട് രീതിയിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വോട്ടെടുപ്പിന് ശേഷമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം. നേരത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും 100 സീറ്റിലധികം നേടി UDF അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നപ്പോൾ നേതാക്കൾക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ കൂടിയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എന്തായാലും വെയിലത്ത് നിന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പ്രതികരണങ്ങൾ നടത്തി. ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്കൊക്കെ തന്നെ മറുപടി നൽകി. ഇപ്പോൾ നടന്നുകൊണ്ട് മുഖ്യമന്ത്രി തിരികെ വീട്ടിലേക്ക് പോകുന്നു. കുടുംബാംഗങ്ങളുണ്ട്, ഭാര്യ കമലയുണ്ട്, മകൾ വീണ വിജയനുണ്ട്, അതോടൊപ്പം തന്നെ മകൻ വിവേക് കിരണുണ്ട്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉണ്ട്, CN ചന്ദ്രനുണ്ട്, CPIയുടെ നേതാവ്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള കഴിഞ്ഞ തവണത്തെ അതേ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ RC അമല UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ട് തന്നെ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് വികസനമാണ്. ഈ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത്. വികസനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് LDFന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകും. LDFന് വിജയമുണ്ടാകും, ഭരണ തുടർച്ചയുണ്ടാകും. ഈ ഭരണ തുടർച്ച എന്ന് പറയുന്നത് വികസനത്തിന്റെ കൂടി ഒരു തുടർച്ചയാണ് എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട്, ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ട്, ജനങ്ങൾ സർക്കാരിനൊപ്പവും. ഈ ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടിപ്പിച്ചത്. തുടർ ഭരണം ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും ഈ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമുള്ള ആ പ്രതികരണം നമ്മൾ കഴിഞ്ഞ തവണയും കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതേ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് 2011 മുതൽ 2016 വരെയുള്ള UDFന്റെ ഭരണ കാലഘട്ടം ശക്തമായി തന്നെ ഈ കാലയളവിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതും നമ്മൾ കണ്ടു. അതായത് ഒരു ദിവസം ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ തുറന്നു നോക്കുമ്പോൾ സംസ്ഥാനം ഇതാ പവർ കട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വാർത്ത കണ്ട് ഞെട്ടിയ കാര്യം നമ്മൾ മറന്നില്ല. അതായത് 2011 കാലത്ത് എന്തായിരുന്നു ഈ സംസ്ഥാനത്തിന്റെ സ്ഥിതി, അത് മുഴുവൻ തന്നെ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു പരസ്യം PRDയുടെ ഭാഗത്ത് നിന്നും വന്നു. അത് വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും ചെയ്തു. ഈ സംസ്ഥാനത്ത് എന്തൊക്കെ കാര്യങ്ങൾ, അതായത് സംസ്ഥാനത്ത് 2011 മുതൽ 16 വരെ എങ്ങനെയായിരുന്നു ഈ സംസ്ഥാനത്തിന്റെ ഭരണം എന്നത് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് കഴിഞ്ഞു. അതിനുശേഷം 2016 മുതൽ ഈ 26 വരെയുള്ള 10 വർഷം ആ കാര്യങ്ങളും ചർച്ചയാക്കാനും കഴിഞ്ഞു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അർജുൻ, എന്തായാലും ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ആ കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ആ വികസനം ചർച്ചയാകുമ്പോൾ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടിപ്പിച്ചത്. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ ഞങ്ങളൊപ്പമുണ്ട്, ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമുണ്ട്. വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഓർത്തുകൊണ്ട് തന്നെ ആളുകൾ ഈ സർക്കാരിനെ പിന്തുണക്കും. അതിൽ രാഷ്ട്രീയമില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും വികസനം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വികസനവുമായി, സംസ്ഥാനത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓരോ ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്. അതായത് ആത്മവിശ്വാസമാണ് ഈ സംസ്ഥാനത്തെ കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിലുള്ള ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഡാഷ് മോനെ എന്ന വിളി, ആ വിളിയുമാണ് ഈ ഏറ്റവും തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ തലേ ദിവസം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ ഡാഷ് മോനെ രേവന്ത
മറുപടി പിന്നാലെ വരുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതിനുള്ള ചോദ്യത്തിന് ഇന്ന് മാത്രമുള്ള ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത് ആ ഡാഷ് മോനെ എന്നുള്ള ഡാഷ് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അവിടെ പൂരിപ്പിച്ചോളൂ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ആ മര്യാദകൾ പാലിക്കണം എന്ന് മാത്രമാണ് താൻ ഉദ്ദേശിച്ചത് എന്നുകൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് വന്നത് LDF ചർച്ചയാക്കിയത് വികസനം തന്നെയാണ്. 2011 മുതൽ 16 വരെയുള്ള UDF കാലത്തെ വികസനം, അതിനുശേഷം നടന്ന 2016 മുതൽ 26 വരെ LDF സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും താരതമ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF പ്രവർത്തകർ പ്രചരണം നടത്തിയത്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലും നമ്മൾ കണ്ടത്. അർജുൻ, പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി RC അമല സ്കൂളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് 2016 കൂടുതൽ സീറ്റ് LDF ലഭിക്കുമെന്നായിരുന്നു, തുടർഭരണം ഉണ്ടാവുമെന്നായിരുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റാക്കി LDF ഉയർത്തി. ഇത്തവണ മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറയുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടി LDF അധികാരത്തിലേറുമെന്ന്. വലിയ ആത്മവിശ്വാസമാണ്. LDF ഉറപ്പിച്ചിരിക്കുകയാണല്ലേ മനോജ് തുടർഭരണം? തീർച്ചയായും ആ രീതിയിലാണ് അവരുടെ ആത്മവിശ്വാസം കാണുന്നത്. ഒരു സർക്കാരും, കാരണം കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയാണ് ഇടതു മുന്നണി. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമൊന്നും അവരെ അലട്ടുന്നേയില്ല എന്നുള്ളതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് ഒരു ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം എവിടെയെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് MLA മാർക്കെതിരെ, അതായത് സിറ്റിംഗ് MLA മാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികാരം പല മണ്ഡലങ്ങളിലും ഇല്ല എന്നുള്ളത് തന്നെയാണ് LDFന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് പല സിറ്റിംഗ് MLA മാർക്കും ടേം വ്യവസ്ഥയൊക്കെ CPM എപ്പോഴും കർശനമായി പാലിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ ടേം വ്യവസ്ഥകളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജയസാധ്യതയുള്ള സിറ്റിംഗ് MLA മാർക്ക് വീണ്ടും സീറ്റ് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതൊക്കെ തന്നെ ഈ തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. അതായത് ഏതെങ്കിലും മണ്ഡലത്തിൽ MLA മാർ മാറണം എന്നൊരു ആവശ്യം ജനങ്ങൾക്കിടയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് തന്നെയാണ് UDFനെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും. MLA മാർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു വികാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സമ്പൂർണ്ണമായ ഒരു കൂട്ടത്തോൽവിയൊന്നും LDF പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച വിജയം ലഭിക്കും എന്ന് പറയുന്നത് വലിയ പല സീറ്റുകളും ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയും എന്ന് ആത്മവിശ്വാസത്തോടുകൂടി LDF പറയുമ്പോൾ അതിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരുമുണ്ട് എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യം. ഇങ്ങനെ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ വിജയം നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് നേതാക്കളെല്ലാം തന്നെ പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന്റെയും കാതൽ അത് തന്നെയാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച വിജയം LDFന് ഉണ്ടാകും. അതായത് ഒരു തരംഗം തന്നെ, ഭരണത്തിന് അനുകൂലമായ, വികസനത്തിന് അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് LDF നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്.